BLM, Kerala, Tamil Nadu, Pondicherry. CMRL എക്സാലോജി കേസിൽ അന്വേഷണം ഒന്നാം പിണറായി വിജയൻ സർക്കാരിലേക്കും വ്യാപിപ്പിക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയ്ക്ക് CMRLുമായി കരാർ തരപ്പെട്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തും. പിണറായി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് CMRLന് എന്തെങ്കിലും വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കും. വീണയുടെ മൊഴികളിൽ ഇപ്പോഴും പൊരുത്തക്കേടുണ്ടെന്നും ED വ്യക്തമാക്കുന്നുണ്ട്. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് 2 വട്ടമാണ് നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ കൂടിയായ വീണയെ ED ചോദ്യം ചെയ്തത്. ഇന്നലെ ചോദ്യം ചെയ്യൽ 9 മണിക്കൂറാണ് നീണ്ടത്. ചോദ്യം ചെയ്യലിൽ വീണയുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുള്ളതായി ED കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഇവരെ അടുത്ത ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കും. CMRLും എക്സാലോജിക്കും തമ്മിൽ എങ്ങനെ കരാറിലെത്തി എന്നതാണ് ED മുന്നോട്ട് വെക്കുന്ന പ്രധാന ചോദ്യം. എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി നൽകാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല CMRLിൽ നിന്ന് ലഭിച്ച 2.78 കോടി രൂപ എങ്ങനെ വിനിയോഗിച്ചു എന്നതിനെക്കുറിച്ചും വീണയ്ക്ക് വ്യക്തമായ മറുപടിയില്ല. CMRLും എക്സാലോജിക്കും തമ്മിൽ ഏത് സാഹചര്യത്തിലാണ് കരാറിൽ ഏർപ്പെട്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒന്നാം പിണറായി സർക്കാരിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നത്. ആ കാലത്ത് CMRLിന് ഏതെങ്കിലും വഴിവിട്ട സഹായം സർക്കാരിൽ നിന്ന് ലഭിച്ചോ എന്നതാണ് അന്വേഷിക്കുക. അങ്ങനെ സഹായം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യുപകാരമാണോ കരാർ ലഭിച്ചതെന്നും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. വീണയുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും ED അന്വേഷണം നടത്തുന്നുണ്ട്. CMRLിന് ഒരു സേവനവും എക്സാലോജി നൽകിയിട്ടില്ല. ഇല്ലാത്ത സേവനത്തിനാണ് വീണ പണം കൈപ്പറ്റിയിട്ടുള്ളത്. ഇത് എന്തിനായിരുന്നു എന്നാണ് ED അന്വേഷിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.